അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം റാണിപുരത്താണ് കേട്ടോ. റാണിപുരത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. റാണിപുരത്താണ് കേട്ടോ. റാണിപുരത്തുള്ള യാത്ര നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പ്രവേശന ഫീസൊക്കെ കൊടുത്ത് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു, എന്താ സംഭവം നോക്കിയതാ. ഇനി മേപ്പോട്ട് കയറണം. ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ കാണാം നമുക്ക് കേട്ടോ. ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്യട്ടെ. കമ്പി വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സുരക്ഷാ ചുമതല ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് പിടിച്ച് കയറാനായിട്ട് ഇതുപോലെ പിടിച്ച് കയറാനായിട്ട് കമ്പി വേലിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതങ്ങോട്ട് കയറാം നമുക്ക്. കാടിന് പുറത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. ഇതിനകത്ത് വെയിൽ പോലും ഇല്ല, നല്ല കുതിരാകുരുട്ട് പോലെ ഇരിക്കുന്നു. ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല, കാരണം അനിമൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അതുകൂടി ആലോചിച്ചോളും. ഒത്തിരി സംസാരിക്കാൻ ആവില്ല. കാണും ഈ ഭാഗത്തെന്തോ അനക്കം കേട്ടതാണ്. നത്തിങ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതുപോലെ മരത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം ഇറങ്ങിയിട്ട്. എവിടെ കാണുന്നില്ല, ക്ലിയർ അല്ല. വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ചോരപ്പാലി കണ്ടില്ലേ, നിമ ആറ്റുനേറ്റ, അതാണ് ഈ മരം കണ്ടില്ലേ, ചോരപ്പാലി. കേരള ഫോറസ്റ്റ് അവരാണ് കേട്ടോ ഇത് എഴുതി വെച്ചിരിക്കുന്നത്, നമുക്കറിയാൻ വേണ്ടിയിട്ടേ. ഒന്നുകൂടി വേണം, ചോരപ്പാലി, നീമ ആറ്റുനേറ്റ. റാണിപുരത്ത് ഇപ്പം കുറേ കൂടെ നല്ല വികസനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കടകളും പാർക്കിംഗ് ഏരിയയും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഇത്രയൊന്നും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ആൾക്കാരും വരുന്നുണ്ടായിരുന്നു. ഇപ്പം നല്ല സൗകര്യമുണ്ട്. ഒരുപാട് സ്ഥലത്ത് മരത്തിന് പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പൂച്ചക്കടമ്പ്, വിത്താജൈന പാർവിഫ്ലോറ റൂബിയാസി, പൂച്ചക്കടമ്പ് എന്ന് പറഞ്ഞ മരമാണ് കേട്ടോ അത്. ഇത് കണ്ടോ, ഈ പേരൊക്കെ നെയിം ചെയ്യുന്നതിന് ഇവർ സഹായിച്ചത് ആരാണ് എന്ന് എനിക്കറിയില്ല. ഇത് തീർച്ചയായിട്ടും ഏതൊക്കെ ഒരു ബൊട്ടാണിസ്റ്റ് ഇതിൻ്റെ പിറകിലുണ്ടാവും. ഇവിടെയും ഒരെണ്ണം ഉണ്ട് കേട്ടോ. ഇവിടെയും പേരെഴുതി വെച്ചിട്ടുണ്ട്, അടയ്ക്കാപ്പായിൽ കണ്ടില്ലേ. മിരിസ്റ്റിക്ക ബെഡോമി, അതാണ് സയൻറ്റിഫിക് നെയിം കേട്ടോ. മിരിസ്റ്റിക്ക ബെഡോമി, അടയ്ക്കാപ്പായൽ. ഇത് വലിയ മരങ്ങളാണ് കേട്ടോ. അത് നമ്മുടെ അറിവിന് വേണ്ടി എഴുതി വച്ചിരിക്കുകയാണ്. നമ്മൾ ഈ യാത്ര ചെയ്ത് പോകുന്ന വഴിക്കെല്ലാം ഇവരിങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ് കേട്ടോ, നമുക്ക് വായിക്കാൻ തക്കതായിട്ട്. നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, നമ്മൾ ഏറ്റവും മേലെ എത്തിയിട്ടില്ല കേട്ടോ. പണ്ടൊക്കെ അങ്ങ് താഴെ കൂടിയായിരുന്നു കേട്ടോ അത്.
യാത്ര ട്രെക്കിംഗ്. ഇപ്പം അത് മാറ്റി മേലെ കൂടി തന്നെയാണ്. ഒരുപാട് ട്രെക്കിംഗ് ഒന്നും ചെയ്യാനില്ല നമുക്ക് മേലെ ടോപ്പിലേക്ക് എത്താൻ, ഹിൽ സ്റ്റേഷനിലേക്ക് എത്താൻ. എന്താ കാട്ടുപുന്ന, കാലോഫിലും പോളിയാൽത്തും, കാട്ടുപുന്ന എന്ന് പറയുന്ന മരുന്ന് കേട്ടോ. കാട്ടുപുന്ന, ഇതിൻ്റെ ലീഫ് ഒന്നും കിട്ടൂല, അങ്ങനെ എഴുതി വെക്കാം. ഞാനും ബോട്ടണിയൊക്കെ പഠിച്ചാണ്, പക്ഷേ ഇവരൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ കാട്ടശോകം കണ്ടില്ലേ, കുരങ്ങുമഞ്ഞൾ എന്ന് പറയുന്ന മരമാണ്. മലോട്ടസ് ഫിലിപ്പീനൻസിസ് ഫോർബേസിയ ഫാമിലി. അവരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആൾക്കാർ താഴോട്ട് വരുന്നു. ഇതെന്തുകൊണ്ട് ഇവരിങ്ങനെ നമ്പർ ഇട്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. നമ്പർ ഇട്ടിരിക്കുന്നു, ഐ ഡോണ്ട് നോ വൈ. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പഠിച്ചാണ് കേട്ടോ ഈ മരങ്ങളുടെ പേരും സയൻറ്റിഫിക് നെയിമും ഫാമിലിയും ജീനസും ഒക്കെ. അതിനുശേഷം അതവിടെ കഴിഞ്ഞത്, അവിടെ വിട്ടു. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഇപ്പം നമ്മുടെ റാണിപുരത്ത് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാവും കേട്ടോ. കുറേ കൂടി കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആരും ഉണ്ടല്ലോ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ. രാവിലെ പോയതാണ് കേട്ടോ അവിടെ ഇറങ്ങുന്നത്. ചെറുതേക്ക് ഉണ്ടല്ലേ, വെർബറൻസി ഫാമിലി. കാലിക്കാർക്ക, ടെമൻഡോസ. ഒരുപാട് മരങ്ങളുടെ പേര് വഴി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോറസ്റ്റ് അത്ര ഈസിയല്ല ഫോറസ്റ്റ് കയറി മരങ്ങളുടെ പേരുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ലീഫ് കാണണം, ഫ്ലവർ കാണണം. തടി മാത്രം കണ്ട് നമുക്കങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. സയൻറ്റിഫിക് നെയിം അത്ര ഈസിയല്ല അത്. പക്ഷെ ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ നടന്നു പോകുന്ന വഴിയിലൊക്കെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ആനയെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചെമ്പൂവം, സാപ്പിൻഡേസി ഫാമിലിയൊക്കെ പഠിച്ചതാണ്, എൻ്റെ ക്യാരക്ടേഴ്സും സിഗ്നിഫിക്കൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ ചെമ്പൂവം ആദ്യമായിട്ടാണ്. ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വിടും. കയറിപ്പോയവരൊക്കെ തിരിച്ച് താഴെ വന്നു. എൻട്രി ഫീ 50 രൂപയാണ് കേട്ടോ. 50 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ ആയിട്ട് വരുന്നത്, പെർ ഹെഡ്. ആൻഡ് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം, അവരുടെ ബോർഡ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ്, കാർഡോ അല്ലെങ്കിൽ UPI മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓൺലൈൻ പേയ്മെൻ്റ് ആണ്, ലിക്വിഡ് മണി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. ഇവിടെ വരുന്ന ആൾക്കാർ ലിക്വിഡ് മണി കൊണ്ടുവന്നിട്ട് കാര്യമില്ല, കാർഡ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ UPI യൂസ് ചെയ്യുക. ഓക്കെ, ഈ ഭാഗത്തോട്ട് മരങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കുറവാണ്. നോക്കാം നമുക്ക്. ഈ വഴി തന്നെയാണ് ഞാൻ നേരത്തെയൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഒറ്റയ്ക്കല്ലോ കേട്ടോ. ഇനി ഏറ്റവും മേലെ ടോപ്പിൽ ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒറ്റയ്ക്കേ ഉള്ളൂ. ഇത് തന്നെ കേട്ടോ, ഇത് പഴയ വഴിയാണ് കേട്ടോ. മരങ്ങും കണ്ടിട്ട് നിങ്ങൾ ഇമാതിരി വൃത്തിയായിട്ട പരിപാടികളൊന്നും ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല കേട്ടോ. മരത്തിലാണെങ്കിലും ഏതെങ്കിലും പബ്ലിക് പ്ലേസിലാണെങ്കിലും ഇതൊക്കെ നല്ലതല്ല. ഈ എഴുതി വച്ചിരിക്കുന്നതും കാര്യങ്ങളൊന്നും ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, അത്തരം വൃത്തിയായിട്ട പരിപാടികൾ. ഉണ്ട് കേട്ടോ, മരത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
ഇത് കണ്ടില്ലേ, നല്ല കാടാണ് കേട്ടോ അടിക്കാട്. ഒരുപാട് സൂക്ഷിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ വരുന്ന സമയത്ത്. അതേക്കുറിച്ച് ശ്രദ്ധിക്കുക ഞങ്ങൾ. തെല്ലിപ്പയിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് കേട്ടോ, അല്ല ആദ്യമായിട്ട് കാണും തെല്ലിപ്പൈ. എന്താ തെല്ലിപ്പൈ, കാനേരിയം സ്ട്രിക്റ്റം. ഡിഗ്രിക്ക് 3 വർഷം പഠിക്കുന്ന സമയത്തുള്ള കുറച്ച് ഫാമിലീസും പിന്നെ പ്ലാന്റ്സിൻ്റെ നെയിംസും മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. മരം വീണതാണ്ട, ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. ലെറ്റ്സ് സീ. ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് റെസ്റ്റ് എടുക്കാം ഈ ഭാഗത്തൊക്കെ വന്നിട്ട്. കണ്ടില്ലേ, ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല തണലും കൂടി കാണും കേട്ടോ. ഇതാണ്ടില്ലേ, ഈ മരക്കൂട്ടങ്ങൾക്ക് നടുവിലായിട്ടാണ് നമ്മുടെ ഈ ചെയർ കൊടുത്തിരിക്കുന്നത്, പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കാം കേട്ടോ, ഫാമിലീസൊക്കെ വന്നിട്ട് ഇരിക്കാം. ഇത്രയേ ഉള്ളൂ. ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ച് ഏരിയ മാത്രമേ നമുക്ക് കവർ ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം പുൽമേടാണ്, വാഴപ്പുന്ന ഇരിക്കുന്നു. ക്ലിയർ അല്ല, ഞാൻ കാണിച്ചു തരാം. അല്ലേ, വാഴപ്പുന്ന, ഡില്ലേനിയ പെൻഡാജൈന. ആദ്യമായിട്ടാണ് കേട്ടോ കേട്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് കേട്ടിട്ടേ ഇല്ല മാതിരി സാധനങ്ങളും. ഇതിനു മുമ്പ് കേൾക്കാത്ത എന്ത് ബോട്ടണി സ്റ്റുഡൻ്റ് ആയിരുന്നു നീ എന്ന് പറയരുത്. ഒരുപാട് കാര്യങ്ങളൊന്നും ബോട്ടണിയിൽ പഠിച്ചിട്ടില്ല കേട്ടോ. ആരും 3 വർഷം കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളുമല്ല ബോട്ടണി എന്ന് പറയുന്നത്. സോ കണ്ടില്ലേ, നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിട്ടാ. ഏറ്റവും ടോപ്പിലാണിപ്പം. തീ സൂക്ഷിക്കുക, കാട്ടിൽ തീയൊക്കെ സൂക്ഷിക്കുക കേട്ടോ. കൊണ്ടുവന്ന് തീയൊന്നും ഇട്ടേക്കരുത്, ഇവിടെ എല്ലാം കത്തിപ്പോവും. ഇതൊക്കെ നമുക്കിങ്ങനെ തന്നെ വേണം. വീഡിയോ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. റാണിപുരത്തിൻ്റെ കാഴ്ചകൾ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് 2 or 3 പാർട്ടുകളായിട്ടായിരിക്കും ഞാനിത് അപ്ലോഡ് ചെയ്യും കേട്ടോ.